ഓണരുചികളിലെ അടുത്ത വിഭവം കുറുക്കുകാളനാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് തലേന്ന് രാത്രിയിലേ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കറികളാണ്. അതിനായിട്ട് ചെറിയൊരു കഷ്ണം ചേനയും ഒരു ഏത്തക്ക എടുത്തിട്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി 1.5 കൈപ്പിടി തേങ്ങയും 2-3 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഇനി നല്ല പുളിയുള്ള കട്ടത്തൈര് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ ഒന്ന് ഉടച്ചെടുത്തിട്ട് വെന്ത് വന്ന കഷ്ണങ്ങളിലോട്ട് ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കണേ, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. തൈരൊഴിച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇലയുടെ സൈഡിൽ വെക്കാനായിട്ടുള്ള രീതിയിലാണെങ്കിൽ നല്ലപോലെ കുറുക്കിയെടുക്കണം. അതല്ല ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ടാണെങ്കിൽ ഒരു പരുവം വരെ കുറുക്കിയെടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇത്രയും കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടിയും തൂക്കി കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണയിൽ നിറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കടുകും വറുത്ത് കൊടുത്തു. അപ്പൊ ഇത്രയും കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി രാവിലെ ആകുമ്പോൾ എങ്ങനെ നോക്കിയേ, നല്ലപോലെ കട്ടിയായിട്ടിരിക്കും. ഇലയിലൊക്കെ വെക്കാൻ പറ്റിയ പരുവാണേ.